أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اذكروا الله ذكرا كثيرا وسبحوه بكرة وأصيلا هو الذي يصلي عليكم وملائكته ليخرجكم من الظلمات إلى النور وكان بالمؤمنين رحيما تحيتهم يوم يلقونه سلام وأعد لهم أجرا كريما يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا وبشر المؤمنين بأن لهم من الله فضلا كبيرا. الحمد لله وحده الصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد. സൂറത്തുൽ അഹ്സാബിലെ 7ഓളം ആയത്തുകളാണ് നമ്മളിന്ന് ഇവിടെ പാരായണം ചെയ്തത്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് പഠിച്ചാൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഏറ്റവും മുന്തിയ വിഭവമായ ഒരു ഒട്ടകം അല്ലേ, നല്ല പൂഞ്ഞുള്ള, പുറത്ത് നല്ല പൂഞ്ഞുള്ള ഒരു ഒട്ടകം, അത് കിട്ടുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഒരു ആയത്ത് പഠിക്കാൻ ഒരാൾക്ക് സാധിക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മളിന്ന് 7 ആയത്തുകൾ അള്ളാഹുവിൻ്റെ കലാമായി നമ്മളിന്ന് ഇവിടെ പാരായണം ചെയ്തു. അതുകൊണ്ട് ലഭിക്കുന്ന എല്ലാ നേട്ടങ്ങളും അള്ളാഹു നമുക്ക് നൽകട്ടെ അല്ലേ. ഭൗതിക വിഭവങ്ങളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠമാണ് ഒരു ആയത്ത് പഠിക്കാൻ സാധിക്കുന്നത്. ഇന്ന് 7 ആയത്താണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 7 ആയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സംസാരങ്ങളിലെ 6000 ചില്ലാൻ ആയത്തിലെ 7 ആയത്ത് പഠിക്കാൻ ഇന്നത്തെ ഈ രാവിൽ അള്ളാഹു നമുക്ക് തൗഫീക്ക് തന്നത് ഏറ്റവും വലിയ അനുഗ്രഹമായി കണക്കാക്കുക. അള്ളാഹു ആ അനുഗ്രഹം മരണം വരെ നമ്മളിൽ നിലനിർത്തട്ടെ. അതിന് നന്ദി ചെയ്യാനുള്ള സാഹചര്യവും സന്ദർഭവും റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂറത്തുൽ അഹ്സാബിലെ 41-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ എന്ന് പറയുമ്പോൾ വേറെ ആരും ആലോചിക്കണ്ട. നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ അല്ലേ അടിയാറുകളിൽപ്പെട്ട മുഅ്മിനീങ്ങളിൽപ്പെട്ടവരാണ്. അള്ളാഹു വിശ്വസിക്കുന്നു, പരലോകത്ത് വിശ്വസിക്കുന്നു. അള്ളാഹു ഈമാനോടുകൂടി നിലനിർത്തി തരുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ ഉദ്കുറുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക. ഉദ്കുറുല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സ്മരിക്കുക. ദിക്റൻ കസീറ, ധാരാളമായി അള്ളാഹുവിനെ സ്മരിക്കുക. ധാരാളം അള്ളാഹുവിനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചല്ല, അള്ളാഹുവിനെ കുറേ ഓർക്കണം, ഓർത്തുകൊണ്ടേയിരിക്കണം. 5 നേരത്തെ നമസ്കാരം എന്ന് പറയുന്നതും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മകളാണ്. വിശുദ്ധ ഖുർആൻ പാരായണം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മകളാണ്. ദിക്റുകൾ അല്ലേ, ചെറിയ ചെറിയ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇതൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മകളാണ്. ഈ ഓർമ്മകൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണമെന്നാണ്. മുഅ്മിനീങ്ങളുടെ അടയാളം അവർ ദിക്ർ വർദ്ധിപ്പിക്കുന്നവരാണ്. പടച്ച റബ്ബിനെ സംബന്ധിച്ച് ബോധവും ഓർമ്മയും ഉള്ളവരാണ്. എന്നാൽ മുനാഫിക്കുകളോ, ലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, റബ്ബ് പറഞ്ഞു മുനാഫിക്കുകൾ അള്ളാഹുവിനെ വളരെ കുറച്ചല്ലാതെ ഓർക്കൂല. മുഅ്മിനീകൾ ധാരാളം ഓർക്കുന്നുണ്ട്. വദ്ദാക്കിരീന അല്ലാഹ കസീറൻ വദ്ദാക്കിറാത്ത്, ഈ സൂറത്തിൽ തന്നെ നമ്മൾ 2-3 ആയത്തുകൾക്ക് മുന്നേ പാരായണം ചെയ്തു അല്ലേ. ഇതിലെ 35-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറഞ്ഞ വാക്കാണ് വദ്ദാക്കിരീന അല്ലാഹ കസീറൻ വദ്ദാക്കിറാത്ത്. അള്ളാഹുവിനെ ധാരാളം ഓർക്കുന്ന സ്ത്രീകളും അള്ളാഹുവിനെ ധാരാളം ഓർക്കുന്ന പുരുഷന്മാരും, അവർക്കൊക്കെ അള്ളാഹു സ്വർഗത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ചു എന്നാണ് റബ്ബ് പറഞ്ഞത്. അള്ളാഹു ദാക്കിരീങ്ങളിൽ ധാരാളം അള്ളാഹുവിനെ സ്മരിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാര കാര്യമൊന്നുമല്ല. നമ്മുടെ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. നമ്മുടെ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം മാത്രവുമല്ല, മലീക്കിൻ്റെ അടുത്ത്, നിങ്ങളുടെ മലീക്ക് എന്ന് പറഞ്ഞാൽ മാലിക് എന്നും മലീക്ക് എന്നും മലിക്ക് എന്നും അള്ളാഹുവിൻ്റെ പേരുണ്ട്. ഇന്ദ മലീക്കിക്കും, നിങ്ങളുടെ മലീക്കിൻ്റെ അടുത്ത് അഥവാ ഉടമസ്ഥനായ റബ്ബിൻ്റെ അരികിൽ ഏറ്റവും സ്ഥാനം ലഭിക്കാനുള്ള ഒരു കാരണം ദിക്റുകളാണ്. മാത്രവുമല്ല അള്ളാഹുവിൻ്റെ അരികിൽ നമ്മുടെ പദവികൾ ഉയർത്തപ്പെടാൻ കാരണം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഇത്തരത്തിലുള്ള ദിക്റുകളാണ്. ഇതൊക്കെ അള്ളാഹിനെ സംബന്ധിച്ചുള്ള ഓർമ്മകളാണ്.
ഈ ദിക്ർ ഹൽക്ക എന്നൊക്കെ പറയുന്നത്, മജ്ലിസ് എന്നൊക്കെ പറയുന്നത് അള്ളാഹിനെ സംബന്ധിച്ചുള്ള ഓർമ്മകളാണ്. കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം നമ്മുടെ പദവികൾ ഉയരാൻ കാരണം ഹദീസ് തീർന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വർണവും വെള്ളിയും ദാനം ചെയ്യുന്നതിനേക്കാൾ, എന്നൊക്കെ സ്വർണം ദാനം ചെയ്യണമെങ്കിൽ എത്ര പണം വേണം? ഒരു പണത്തൂക്കം, ഒരു ചെറിയ 1 ഗ്രാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വർണം ധർമ്മം ചെയ്യുന്നവൻ ഇന്ന് ഭയങ്കരൻ അല്ലേ? അയാളെ ഭയങ്കര ആയിട്ട് നമുക്ക് കാണണ്ടേ, കാരണം അത്രക്കും വില ഉണ്ട്, വിലമതിക്കുന്നതാണ് സ്വർണവും വെള്ളിയും ഒക്കെ. റബ്ബ് പറയുന്നു, റസൂലുള്ളാഹി പറയുന്നു, ഖൈറും മിൻ അൻ തുൻഫിഖു മിന ദഹബി വൽ ഫിദ്ദ മിൻ വരിഖിക്കും എന്നാണ് വേറെ ഹദീസിൽ. വരിക്ക് എന്ന് പറഞ്ഞാൽ ഈ പച്ച വെള്ളി അല്ലേ, നല്ല ഒരു കലർപ്പുമില്ലാത്ത വെള്ളി, ഒരു കലർപ്പുമില്ലാത്ത സ്വർണം, ഇതിൻ്റെ കട്ടികൾ റബ്ബിൻ്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ എന്നാണ്. അത് എങ്ങനെ റസൂലുള്ളാഹി പറഞ്ഞാൽ ആദ്യം അള്ളാഹിനെ സംബന്ധിച്ചുള്ള ഓർമ്മ എന്നല്ല പറഞ്ഞത്. റസൂലുള്ളാഹി ആദ്യം പറഞ്ഞു, നിങ്ങളുടെ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം, നിങ്ങളുടെ പദവികൾ ഉയർത്തപ്പെടാൻ കാരണം, അതുപോലെ തന്നെ സ്വർണവും വെള്ളിയും അള്ളാഹിൻ്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു കർമ്മം ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞു. ഒരു കാര്യം കൂടി റസൂലുള്ളാഹി അതിലേക്ക് ആഡ് ചെയ്തു. അള്ളാഹിൻ്റെ മാർഗത്തിൽ ഒരാൾ ജിഹാദിന് പോയിട്ട് ശത്രുവിൻ്റെ പെരടിക്ക് വെട്ടിയിട്ട് ആ ശത്രുവിനെ താഴ്ത്തിടുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ കർമ്മം ഞാൻ പറഞ്ഞു തരട്ടെ. സ്വഹാബികൾ പറഞ്ഞു, മാ ഹുവ റസൂലെ, ഏതാണ് ആ കർമ്മം? ഖാലു ബലാ യാ റസൂലല്ലാഹ്, റസൂലെ പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി ദിക്റുല്ലാഹ്, അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ. അള്ളാഹിനെ സംബന്ധിച്ചുള്ള ഓർമ്മ എന്ന് പറഞ്ഞാൽ റബ്ബിൻ്റെ മാർഗത്തിൽ സ്വർണവും വെള്ളിയും വാരിക്കൊടുക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണെന്നാണ്. അതിലും വലുത് വേറെണ്ട. അള്ളാഹു നിലനിർത്തി തെരുമാറാവട്ടെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതും അതാണ്, ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണ് റബ്ബിനെ സംബന്ധിച്ചുള്ള ഓർമ്മ. അത് നമസ്കാരമായാലും ഖുർആൻ പാരായണമായാലും മറ്റ് ചെറിയ ചെറിയ ദിക്റുകളായാലും അള്ളാഹു അത് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹുവിനെ സംബന്ധിച്ച് ധാരാളം ഓർക്കുന്ന, ധാരാളം സ്മരിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ അതിവേഗത്തിലേക്ക് കുതിക്കുമെന്നാണ്. മുഫരിദൂൻ എന്നാണ് അവരെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറഞ്ഞത്. മുഫരിദൂൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് കുതിച്ചു പായുന്നവർ, അള്ളാഹുവിനെ സംബന്ധിച്ച് ധാരാളം ഓർക്കുന്നവർ. അള്ളാഹു സ്വർഗം നൽകട്ടെ. ഇനി എപ്പോഴൊക്കെ ഓർക്കണം എന്നാണ് ഇനി അടുത്ത ആയത്തിൽ, വശബ്ബിഹൂഹു ബുക്റതൻ വഅസീല. ആ പാരായണം അതിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, ആ വാവിനൊരു ശബ്ദ കാണുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ ആ ശബ്ദ ഉച്ചരിക്കണോ? വസബ്ബിഹു എന്ന് പറയണോ? വേണ്ട. കാരണം അത് ചേർത്ത് ഓതണമെങ്കിൽ ആ ശബ്ദക്ക് എന്തുള്ളൂ? പ്രാധാന്യമുള്ളൂ. ഏതിലേക്ക് ചേർത്ത് ഓതും? ദിക്റൻ കസീറൻ വസബ്ബിഹു എന്ന് പറയണമെങ്കിലേ ശ്രദ്ധയുള്ളൂ. അല്ലാതെ ഒറ്റക്ക് ഓതുമ്പോൾ അവിടെ വാവിന് എന്ത് ചെയ്യേണ്ടതില്ല, അതിൽ ശ്രദ്ധയില്ലേ? എന്നാൽ ഈ മുസാഫിൽ അത് എന്താ വെച്ചാൽ ചില മുസാഫിൽ തെജ്വീദ് കുറച്ചും കൂടിയും പാരായണം നന്നാവാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, ശ്രദ്ധയും ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. അതിലില്ലല്ലേ? ഇത് ഈ ടൈപ്പിൽ ഉണ്ടാവും. ചില മുസാഫിലുകൾ ശരിക്ക് പാരായണം എളുപ്പമാവാൻ വേണ്ടി ശ്രദ്ധയും ഓരോ അടയാളങ്ങളും കൊടുക്കണ കാണാം. അപ്പോൾ ഇവിടെ ശ്രദ്ധ ഉള്ള മുസാഫുകളാണെങ്കിൽ ശ്രദ്ധിക്കുക. നിർത്തി കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യില്ല, ശ്രദ്ധയ്ക്ക് പ്രാധാന്യമില്ല. സാധാ ഒരക്ഷരത്തിൻ്റെ തലഫുളാണ്. വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല വഅസീല. അവിടെ വാവിന് ശ്രദ്ധയുണ്ടോ? അവിടെ ശ്രദ്ധയില്ലേ? കാരണം എന്താ? ആ തെൻവീനിലേക്ക് അതിനെ ഇദ്ഗാം ചെയ്യാനുള്ളതാണ്. ബുക്റതൻ വഅസീല വസബ്ബിഹൂഹു, നിങ്ങൾ അവനെ തസ്ബീഹ് ചെല്ലുക. അത് തസ്ബീഹ് ചെല്ലുക, പ്രകീർത്തിക്കുക, സുബ്ഹാനല്ലാഹ് എന്ന് പറയുക. അള്ളാഹുവിനെ സംബന്ധിച്ച് അല്ലേ ഓർത്തുകൊണ്ടേ ഇരിക്കുക എന്നാണ്. എപ്പോഴൊക്കെ ബുക്ര, എൻ്റെ ബുക്ര നമ്മൾ പറയാനല്ലേ ബുക്ര, ഇവിടെ പൊതുവെ പറയൽ നാളെ എന്നുള്ള അർത്ഥത്തിലാണ് ബുക്ര എന്ന് ഉപയോഗിക്കുക. വിശുദ്ധ ഖുർആനിൽ ബുക്രത്തൻ എന്നതുകൊണ്ട് ഉദ്ദേശം രാവിലെ, പ്രഭാതം. ബുക്രത്ത് എന്ന് പറഞ്ഞാൽ പ്രഭാതം. ശരിക്കും മുബക്കിർ എന്ന് പറയും, വളരെ നേരത്തെ എന്നുള്ളതിന്. മുബക്കിർ, ഇസ്തൈഖൽതു മുബക്കിർ, ഞാൻ നേരത്തെ എണീറ്റു എന്നൊക്കെ പറയാറുണ്ട്. ബുക്രത്ത് എന്ന് പറഞ്ഞാൽ രാവിലെ അള്ളാഹിനെ ഓർക്കുക. വഅസീല, വൈകുന്നേരം. ആസാൽ അല്ലെങ്കിൽ അസീൽ എന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രദോഷം എന്നുള്ള അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ ഉപയോഗിക്കപ്പെട്ടു. അപ്പോൾ രാവും പകലും അള്ളാഹിനെ ഓർക്കുക. ചില മുഫസ്സിറുകൾ പറഞ്ഞു ഫജ്ർ നമസ്കാരം, ചില മുഫസ്സിറുകൾ പറഞ്ഞു ഫജ്ർ നമസ്കാരവും ദുഹറുമാണ് ഇവിടെ ബുക്ര കൊണ്ട് ഉദ്ദേശം. ചില മുഫസ്സിറുകൾ പറഞ്ഞു മഗ്രിബ് ഇശ എന്നുള്ള നമസ്കാരങ്ങൾ, അഥവാ അസർ മഗ്രിബ് ഇശ അതിനെയാണ് അസീല എന്നതുകൊണ്ട് ഉദ്ദേശമെന്നും ചില പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിക്കുന്നത് കാണാം. അതായത് 5 നേരത്തെ നമസ്കാരം. തസ്ബീഹ് എന്നുള്ളതിന് നമസ്കാരം എന്നുള്ളൊരു അർത്ഥമുണ്ട് ഇല്ലേ? തസ്ബീഹ് എന്നുള്ളതിന് നമസ്കാരം എന്നുള്ളൊരർത്ഥമുണ്ട്. അതെപ്പോഴാണ്? യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മത്സ്യം വിഴുങ്ങിയപ്പോൾ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുന്ന രംഗം പറഞ്ഞു. സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, അല്ലേ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹു സുബ്ഹാനഹു തആല യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്തിയതിന് ശേഷം പറഞ്ഞൊരു വാക്കുണ്ട് വിശുദ്ധ ഖുർആനിൽ, ലൗലാ കാന മിനൽ മുസബ്ബിഹീൻ.
അദ്ദേഹം എങ്ങാനും മുസബ്ബിഹീങ്ങളിൽ പെട്ടില്ലായിരുന്നുവെങ്കിൽ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ, ഖിയാമത്ത് നാൾ വരെ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ അദ്ദേഹം കിടക്കുമായിരുന്നു. മുസബ്ബിഹീങ്ങളിൽ പെട്ടില്ലായിരുന്നെങ്കിൽ, അവിടെ മുസബ്ബിഹീൻ എന്നുള്ളതിന് അബ്ദുല്ലാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സ്വഹാബത്ത് പറഞ്ഞു, ലൗലാ കാന മിനൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവനായിരുന്നില്ല എങ്കിൽ ആ പ്രയാസത്തിൽ അദ്ദേഹം ഖിയാമത്ത് നാൾ വരെ ഉൾപ്പെടുമായിരുന്നു എന്നാണ്. അതുകൊണ്ട് മുസബ്ബിഹീൻ എന്നുള്ള തസ്ബീഹ് ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബിനെ പ്രകീർത്തിക്കുക. ചില സ്ഥലത്തൊക്കെ തസ്ബീഹ് എന്നതിന് സ്വലാത്ത്, നമസ്കാരം എന്ന അർത്ഥം ചെയ്തിട്ടുണ്ട്, പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. രാവും പകലും റബ്ബിനെ ഓർക്കുക എന്നാണ്. 5 നേരത്തെ നമസ്കാരം നിലനിർത്തുന്നവൻ റബ്ബിനെ സംബന്ധിച്ച് ഓർമ്മയുള്ളവനാണ് ഞാൻ. രാവും പകലും എന്നതുകൊണ്ട് ഉദ്ദേശം 5 നേരം നമസ്കാരം നിലനിർത്തുന്നവൻ റബ്ബിനെ സംബന്ധിച്ച് ഓർമ്മയുള്ളവനാണ്. അല്ലാത്ത സമയത്തും തസ്ബീഹുകൾ ചൊല്ലിക്കൂടെ? ചൊല്ലണം. റസൂൽ പറഞ്ഞു, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നൊരു ദിവസം ഒരാൾ 100 തവണ ചൊല്ലിയാൽ കടലിലെ നുരയോളം, കടലിലെ പതയോളം തിന്മയുണ്ടെങ്കിലും എന്ത് ചെയ്യും? അവൻക്ക് പൊറുക്കപ്പെടുമെന്നാണ്. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ. കടലിലെ നുരയോളം തിന്മകളൊന്നും നമ്മളാരും ചെയ്തിട്ടില്ല. എത്ര കടലിലെ നുരയും പതയും അല്ലെ, അതും ആഴക്കടലിലേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ നുരയും പതയും ഇങ്ങനെ കട്ടിക്ക് കിടക്കുന്നത് ഇന്ന് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടിട്ടില്ല. സബദത്തുൽ ബഹറിനെ റസൂലുള്ള ജീവിതത്തിൽ കണ്ടിട്ടില്ല. പക്ഷെ റസൂലുള്ള പറഞ്ഞു, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഒരാൾ പറഞ്ഞാൽ അയാളുടെ തിന്മകൾ മുഴുവൻ അള്ളാഹു പൊറുക്കപ്പെടും, അള്ളാഹു പുറത്തു നൽകുമെന്നാണ്. അതുപോലെ തന്നെ എല്ലാ ദിക്റുകളും, ആ ദിക്റുകൾ ജീവിതത്തിൽ നിലനിർത്തിയാൽ തന്നെ അതിനോളം പോകുന്ന വേറെ കർമ്മം വേറെ ഇല്ല എന്ന് വരെ ചില മുഫസ്സിറുകൾ ഇതിനെന്ത് ചെയ്ത് വ്യാഖ്യാനിക്കുന്നത് കാണാം. രാവും പകലും പടച്ച റബ്ബിനെ ഓർക്കുക. അള്ളാഹു അതിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഇനി നമ്മളങ്ങനെ അള്ളാഹിനെ ഓർത്തു കഴിഞ്ഞാലുള്ള ഗുണമാണ് അടുത്ത ആയത്തിൽ, ഹുവല്ലദീ യുസല്ലി അലൈക്കും, ഹുവല്ലദീ അവനാകുന്നു. ആര്? അള്ളാഹ്. അള്ളാഹിനെ പറ്റി പറയാൻ, യുസല്ലി അലൈക്കും, അവൻ നിങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. അള്ളാഹു നിങ്ങളുടെ മേൽ യുസല്ലി, അള്ളാഹു നിങ്ങളുടെ മേൽ സ്വലാത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റസൂലുള്ളാഹിക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലുന്നവരാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മേൽ സ്വലാത്ത് ചെല്ലാത്തവൻ പിശുക്കനാണെന്ന് പറഞ്ഞു. നബിയുടെ പേര് കേട്ടിട്ടും സ്വലാത്ത് ചെല്ലാത്തവൻ നശിച്ചു പോകട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചപ്പോൾ റസൂലുള്ളാഹി ആമീൻ പറഞ്ഞു. നമുക്ക് നന്മ ഉണ്ടാവണമെന്ന് കൊതിക്കുന്ന റസൂലുള്ളാഹി ആമീൻ പറയണമെങ്കിൽ എത്ര ശക്താൻ. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. വെള്ളിയാഴ്ച ദിവസം പലരും സ്റ്റാറ്റസ് എഴുതി വെക്കുന്ന ഒരായത്താണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി, തീർച്ചയായും അള്ളാഹുവും മലക്കുകളും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. അള്ളാഹ് സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശം? അള്ളാഹു സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു അനുഗ്രഹം, റഹ്മത്ത് ചൊരിയുന്നു എന്നാണ്. അള്ളാഹു റഹ്മത്ത് ചൊരിയുന്നു. ചില മുഫസ്സിറുകൾ അതിനർത്ഥം പറഞ്ഞു, അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അടിമയെ സംബന്ധിച്ച് അള്ളാഹു എന്ത് ചെയ്യും? ഏറ്റവും നല്ല മലക്കുകൾക്കിടയിൽ അവനെ ഓർക്കും. അതാണ് അള്ളാഹിൻ്റെ സ്വലാത്ത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ, ഹുവല്ലദീ യുസല്ലി അലൈക്കും, അവനാകുന്നു നിങ്ങളുടെ മേൽ സ്വലാത്ത് നടത്തുന്നവൻ. അള്ളാഹു നിങ്ങളുടെ മേൽ സ്വലാത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശം എന്താ? അള്ളാഹു നിങ്ങളെ സംബന്ധിച്ച് ഓർക്കുന്നു. നമ്മളെ സംബന്ധിച്ച് അള്ളാഹ് എന്ത് ചെയ്യുന്നു? ഓർക്കുന്നു. നമ്മളെ പറ്റി അള്ളാഹ് പറയുന്നു. ആരോട്? അള്ളാഹുവിൻ്റെ അരികിൽ ഏറ്റവും നല്ല സാമീപ്യസ്ഥരായ മലക്കുകളോട്. കാരണം നമ്മൾ അള്ളാഹിനെ കുറിച്ച് ഓർത്താൽ അള്ളാഹ് നമ്മളെ ഓർക്കുന്നുള്ളത് അള്ളാഹ് പറഞ്ഞ വാക്കാണ്. ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കൂ, ഞാൻ നിങ്ങളെ ഓർക്കും, ഞാൻ നിങ്ങളെ സ്മരിക്കും. നമ്മളെ പറ്റി അള്ളാഹു എന്ത് ചെയ്യും? നമ്മളെ പ്രാർത്ഥനകളും നമ്മുടെ മനസ്സിൻ്റെ തേട്ടങ്ങളും അള്ളാഹു കേൾക്കുമെന്നാണ്. ഫദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർക്കുക, അദ്കുറുക്കും, ഞാൻ നിങ്ങളെ ഓർക്കും, സ്മരിക്കും. എന്താണ്? വഷ്കുറൂലി വലാ തക്ഫുറൂൻ. ആ ആയത്തിൻ്റെ പൂർത്തീകരണം അതാണ്. നിങ്ങൾ എനിക്കെന്ത് ചെയ്യണം? ശുക്ർ ചെയ്യണം, പക്ഷെ നിങ്ങൾ എനിക്ക് നന്ദികേട് ചെയ്യരുത്. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ ഓർത്താൽ അള്ളാഹ് നമ്മളെ ഓർക്കുന്നു. ഒരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞു, ഒരാൾ അയാളുടെ മനസ്സിൽ വെച്ച് അള്ളാഹുവിനെ ഓർത്താൽ അള്ളാഹു അവൻ്റെ മനസ്സിൽ വെച്ച് ആ ദാസനെ ഓർക്കും. ഇനി ഒരാൾ ഒരു സദസ്സിൽ വെച്ച് അള്ളാഹുവിനെ ഓർത്താൽ അള്ളാഹു ഒരു സദസ്സിൽ വെച്ച്, ഇതിനേക്കാൾ ഉത്കൃഷ്ടമായ ഒരു സദസ്സിൽ വെച്ച് അവരെ അള്ളാഹു ഓർക്കും. സഹാബത്തിന് പറഞ്ഞു കൊടുക്കണം, മലക്കുകളുടെ അരികിൽ വെച്ച് അള്ളാഹു അയാളെ ഓർത്തുകൊണ്ടിരിക്കുന്ന, നമ്മളെ പറ്റി അള്ളാഹു പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ്. അത് ഏറ്റവും നല്ല ഭാഗ്യമല്ല. അതാണ് ഈ പറഞ്ഞു, ഹുവല്ലദീ യുസല്ലി അലൈക്കും, അവൻ നിങ്ങളുടെ മേൽ സ്വലാത്ത് ചെയ്യുന്നവനാണ്. അവൻ നിങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവനാണ് എന്ന് പറഞ്ഞാൽ ഒരർത്ഥം അവൻ നമ്മളെ ഓർക്കുന്നവനാണ് എന്നും അവൻ നമുക്ക് റഹ്മത്ത് ചൊരിയുന്നവനാണെന്നും. അള്ളാഹു റഹ്മത്ത് ചൊരിയട്ടെ. അള്ളാഹ് മാത്രമല്ല, വ മലായികതഹു. അടുത്ത ആയത്തുണ്ടോ? നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മേൽ സ്വലാത്തും സലാമും ചൊല്ലുമ്പോൾ നബിന് അത്രയ്ക്ക് ഇഷ്ടമായിട്ടല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത്രക്കും അനുഗ്രഹങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയല്ലേ? അള്ളാഹു നമ്മുടെ മേൽ, അള്ളാഹു മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിനെ നമ്മൾ ഓർക്കുമ്പോൾ റബ്ബിന് നമ്മളോട് ഇഷ്ടം ഉണ്ടായിട്ടാൻ, റബ്ബിക്ക് നമ്മളോട് പ്രിയം ഉണ്ടായിട്ടാൻ. നമ്മൾ ഭയങ്കര സ്നേഹമാണ് അള്ളാഹുവിന് ദാസരോട് എന്നാണ്. ഈ ആയത്തിൻ്റെ അവസാനമൊക്കെ അങ്ങനെ തന്നെയാണ് നിർത്തുന്നതും. മലക്കുകൾ എങ്ങനെ സ്വലാത്തില്ല?
ഇപ്പം അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചുള്ള ഓർമ്മകളും നമുക്ക് വേണ്ടി റഹ്മത്ത് ചൊരിയലുമാണെന്നാണ്. മലക്കുകൾ എന്താ സ്വലാത്ത്? മലക്കളുടെ സ്വലാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശം അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ്. മലക്കൾ നമുക്ക് വേണ്ടി റബ്ബേ ആ ദാസർക്ക് പുറത്തു കൊടുക്കണേ, അള്ളാഹുവെ അവർക്ക് തിന്മകൾ പുറത്തു കൊടുക്കുക, മഗ്ഫിറത്തിന് വേണ്ടി ചോദിക്കും, റഹ്മത്തിനോട് അള്ളാഹുവിനോട് ചോദിക്കും. മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മലക്കളുടെ പ്രാർത്ഥന ഒരിക്കലും മുറിയൂല. അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർമ്മയുള്ളവനാണോ അവന് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതാണ്. മലക്കൾ മാത്രമല്ലല്ലോ, റസൂലുള്ളാഹി പറഞ്ഞ അറിവ് തേടി അറിഞ്ഞ ആൾക്ക് മാളത്തിലുള്ള ഉറുമ്പുകൾ പോലും എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു എന്നാണ്. ആടിയിലെ സമുദ്രങ്ങളിലെ മത്സ്യങ്ങൾ പോലും നമുക്ക് വേണ്ടി മഗ്ഫിറത്തിനെ ചോദിക്കുന്നു എന്നാണ്. ഖുർആൻ പഠിക്കാൻ ഇറങ്ങിയ ആളുകൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ ഇതൊക്കെ അനുഗ്രഹങ്ങൾ കൊണ്ട് പുതിയ പട്ടവർ ഇതിനോളം ഭാഗ്യം കിട്ടിയവർ ദുനിയാവിൽ വേറല്ല. അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. മലായിക്കത്തുഹു, അള്ളാഹുവിൻ്റെ മലക്കുകളും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൂറത്ത് ഗാഫിർ നിങ്ങൾക്ക് ഇവിടെ തുറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ 7-ാമത്തെയും 9-ാമത്തെ ആയത്തുണ്ട് സൂറത്ത് ഗാഫിർ. സൂറത്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാ? പക്ഷെ അള്ളാഹ് പറഞ്ഞു തരുന്നുണ്ട് എന്താ അവരെ പ്രാർത്ഥന. ഒരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സഹോദരന് അസാന്നിധ്യത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ മലക്കുകൾ പറയും വലക മിസ്ലഹു. മലക്കുകൾ പറയും എന്താ? അനക്കും അതേപോലെ ഉണ്ടാവട്ടെ. മലക്കളുടെ ഒരു പ്രാർത്ഥന. നമസ്കാരത്തിൽ ഇമാമ് അല്ലെ ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലക്കുകളും ആമീൻ പറയും, നമ്മളും ആമീൻ പറയും. അല്ലാഹ് റബ്ബേ ജവാബ് നൽകണേ എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ വഴികേടിൽ പോവാതിരിക്കാൻ മലക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്ന് അർത്ഥം. ഓരോ സദസ്സിലും വെച്ച് മലക്കൾ പ്രാർത്ഥിക്കുന്നു എന്ന് റസൂലുള്ളാഹി പറയും. കാട്ടിയ ആർക്കെങ്കിലും സൂറത്ത് 467-ാമത്തെ പേജിൽ ആയത്തിൻ്റെ വിശദീകരണമാണ്. ആ മലായിക്കത്തുഹു എന്നുള്ളതിന് ഒരൊറ്റ ആയത്ത്, ആ ആയത്ത് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. കാരണം അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയുഅ്മിനൂന ബിഹി വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ റബ്ബനാ വസിഅത കുല്ല ഷൈഇൻ റഹ്മതൻ വഇൽമൻ ഫഗ്ഫിർ ലില്ലദീന താബൂ വത്തബഉ സബീലക വഖിഹിം അദാബൽ ജഹീം. എന്ത് സൂപ്പർ പ്രാർത്ഥന എന്നറിയാം. അത് മലക്കളുടെ പ്രാർത്ഥനയാണ്. മലക്കൾ പ്രാർത്ഥിക്കുക. എങ്ങനത്തെ മലക്കൾ എന്നറിയാം? അല്ലദീന യഹ്മിലൂനൽ അർശ്, അള്ളാഹുവിൻ്റെ അർശിനെ വഹിച്ചു കൊണ്ടുപോകുന്ന മലക്കുകൾ. പടച്ച റബ്ബിൻ്റെ അർശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹ് സൃഷ്ടിച്ച സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും കനമുള്ളത് എന്താണ്? അർശാണ്. അർശിനോളം കനമുള്ള ഒന്നുമില്ല. ഒരു ഭൂമിയോ അതിന് അപ്പുറത്ത് പ്രപഞ്ചത്തിലൊന്നുമില്ല. അർശാണ് ഏറ്റവും കനം. ആ അർശിനെ വഹിക്കുന്ന മലക്കുകളുണ്ട്. അത് വല്ലാത്ത മലക്കളാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ അർശിനെ വഹിക്കുന്ന മലക്കളെ പറ്റി അള്ളാഹ് എടുത്തു പറഞ്ഞു. ഇവിടെ റബ്ബ് പറയുന്നുണ്ട് വമൻ ഹൗലഹു, ആ അർശിന് ചുറ്റുമുള്ള മലക്കുകളും യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, അവരവരുടെ റബ്ബിനെ എന്ത് ചെയ്യുന്നു? തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു, പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു. വയുഅ്മിനൂന ബിഹി, ആ മലക്കുകൾ അള്ളാഹുൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ്. വയസ്തഗ്ഫിറൂന, അവർ പാപമോചനം തേടുന്നു, മഗ്ഫിറത്തിനെ ചോദിക്കുന്നു. ലില്ലദീന ആമനു, ആർക്ക്? മുഅ്മിനീങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി അവരെന്ത് ചെയ്യുന്നു? മഗ്ഫിറത്തിനെ ചോദിക്കാൻ. അവരുടെ ജീവിതത്തിൽ ചിന്മകളുണ്ടോ? അവർക്ക് മഗ്ഫിറത്തിനെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. മലക്കുകളെ പറ്റി അള്ളാഹ് പറഞ്ഞത് അതാണ്. ഇവിടെ മലക്കുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ മഗ്ഫിറത്തിനെ ചോദിക്കുന്നു. ആർക്ക്? നമുക്ക് വേണ്ടി, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി. റബ്ബ് പറയുന്നു എന്താ അവരുടെ പ്രാർത്ഥന? റബ്ബന, ഞങ്ങളുടെ റബ്ബേ, വസിഅത കുല്ല ഷൈഇൻ റഹ്മ വഇൽമ, എല്ലാ കാര്യത്തിലും നിൻ്റെ റഹ്മത്തും നിൻ്റെ അറിവും വിശാലമായി കിടക്കണമല്ലോ. എല്ലാത്തിനെ പറ്റിയും അറിവും കാരുണ്യവും റബ്ബിൻ്റെത് വിശാലമാണ്. അർശിൻ്റെ മുകളിൽ എഴുതി വെച്ചതാണെന്നാണ്. എൻ്റെ റഹ്മത്ത് എൻ്റെ ഗളബിനെ മുൻകടക്കുന്നു എഴുതി വെച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞും ചെയ്തു. ഇവിടെ കണ്ടോ റബ്ബുകൾ പറയാൻ, മലക്കുകൾ പറയാം റബ്ബേ, ഞങ്ങളുടെ റബ്ബേ, റഹ്മത്തും ഇൽമും നിനക്ക് വിശാലമാണ്. ഫഗ്ഫിർ ലില്ലദീന താബു, തൗബ ചെയ്ത ആളുകൾക്ക് റബ്ബെ നീ പുറത്തു കൊടുക്കണേ. ജീവിതത്തിൽ തെറ്റ് ചെയ്തിട്ട് പടച്ചവനെ പുറത്തു തരണേ എന്ന് പറഞ്ഞ ദാസന്മാരുണ്ട്. ഞാനത് ചെയ്യൂല എന്ന് തീരുമാനിച്ചവരുണ്ട്. അവർക്ക് നീ പുറത്തു കൊടുക്കണേ. വത്തബഉ സബീലക, കാരണം എന്താ? അവർ നിൻ്റെ മാർഗത്തെ മുറുകെ പിടിച്ചവരാ. നമ്മൾ അള്ളാൻ്റെ മാർഗ്ഗമല്ലേ, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞിട്ട് ഈ സിറാത്തുൽ മുസ്തഖീമിൽ പരമാവധി പിടിച്ച് നിൽക്കണമല്ലേ. ഒരിക്കലും ഈ ദീനിനെ വിട്ടു പോയിട്ടില്ലല്ലോ. അള്ളാൻ്റെ ഖുർആനെ പരിഹസിച്ചിട്ടില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ തള്ളി പറഞ്ഞിട്ടില്ലല്ലോ. ഇത്തബഉ സബീലക, നീ കൊടുത്ത മാർഗത്തെ മുറുകെ പിടിച്ചവരാണ് ഈ പറഞ്ഞ ഇബാദുകൾ. വഖിഹിം അദാബൽ ജഹീം, ആളിക്കത്തുന്ന നരകത്തിൽ നിന്ന് റബ്ബേ നീ അവരെ കാക്കണേ. ഇത് ആർക്ക് വേണ്ടി? ആര് പ്രാർത്ഥിക്കുന്നതാ? മലക്കുകൾ നമുക്ക് വേണ്ടി. അതാണ് മലക്കുകളുടെ സ്വലാത്ത്. ഇതാണ്
മലക്കുകളുടെ സ്വലാത്ത്, മലക്ക് നമുക്ക് വേണ്ടി ചെല്ലുന്ന സ്വലാത്താൻ. ഇതേപോലെ കുറേ ആയത്തുകൾ പറയാം. ഈ ആയത് കഴിഞ്ഞിട്ട് അടുത്ത ആയത്തും ഇത് തന്നെയാണ്. അടുത്ത ആയത്ത് 9-ാമത്തെ ആയത്ത്, റബ്ബന വാദ്ഖിൽഹും ജന്നാത്തി അദ്നിൻ ലത്തി വഅദ്തഹും, നീ അവർക്ക് വാക്ക് പറഞ്ഞ അദിനാകുന്ന ജന്നാത്തിന് നീ അവർക്ക് കൊടുക്കണേ. താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗം കൂടെ. നമ്മൾ അദിൻ എന്ന വാക്കുണ്ട്. അദിൻ എന്ന് പറഞ്ഞാൽ എന്താ? അനുഗ്രഹപൂർണമായ തോട്ടം എന്നാണ്. ശരിക്കും ഏദൻ തോട്ടം എന്നൊക്കെ ക്രിസ്ത്യാനികൾ പറയും. ഏദൻ തോട്ടം. അദിൻ എന്ന വാക്കിനെയാണ് അവരെന്ത് ചെയ്തത്? ഏദൻ എന്നുള്ള അർത്ഥത്തിൽ വിശദീകരിച്ചത്. വമൻ സലഹ മിൻ ആബാഇഹിം, അവർ മലക്കള പ്രാർത്ഥന നമുക്ക് മാത്രമല്ല, നല്ലവരായ അവരുടെ പിതാക്കന്മാർക്ക് പുറത്തു കൊടുക്കണേ. അല്ലേ? നമ്മളെ ഉപ്പമാർക്ക്, നമ്മളെ പിതാമഹാന്മാർക്ക് വേണ്ടി ആര് പ്രാർത്ഥിക്കുന്നു? മലക്കൾ പ്രാർത്ഥിക്കുന്നു. വഅസ്വാജിഹിം, അവിടെ ഇണകൾക്ക് പുറത്തു കൊടുക്കണേ, ഇണകൾക്ക് സ്വർഗം കൊടുക്കണേ. അല്ലേ? പിതാക്കൾക്ക് സ്വർഗം കൊടുക്കണേ, ഇണകൾക്ക് സ്വർഗം കൊടുക്കണേ. വദുരിയാതിഹിം, അവരുടെ മക്കൾക്ക്. നമ്മളെ കൂട്ടത്തിൽ ആരാണ് ഇങ്ങനെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് പ്രാർത്ഥിക്കുക? മലക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക്, നമ്മുടെ പിതാക്കൾക്ക്, നമ്മുടെ ഇണകൾക്ക്, നമ്മുടെ മക്കൾക്ക് റബ്ബേ സ്വർഗം കൊടുക്കണേ, സ്വർഗം കൊടുക്കണേ. ഇന്നക അൻതൽ അസീസുൽ ഹക്കീം, കാരണം നീയാണ് അങ്ങേയറ്റത്തെ പ്രതാപിയും നീയാണ് അങ്ങേയറ്റം അറിവുള്ളവനുമെന്ന് മലക്കുകൾ അള്ളാഹുവിൻ്റെ അർശിനെയും വഹിച്ച് അർശിൻ്റെ ചുറ്റിൽ വെച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അവർ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഇതിലും വലിയ ഭാഗ്യം ഒരാളുടെ ജീവിതത്തിൽ വേറെ ലഭിക്കാനില്ല. അവരാരാണ്? അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർക്കുന്നവരാണ്. അപ്പോൾ മലക്കളുടെ പ്രാർത്ഥന വേറെയും കുറേ ഉണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു വിശദീകരണം എന്നുള്ള ആൾക്ക് വളരെ ചുരുങ്ങിയ രൂപത്തിലൊന്ന് പറഞ്ഞു തന്നു എന്നുള്ളൂ. നമ്മൾ പറഞ്ഞു ഇന്ന വഹുവല്ലദീ യുസല്ലി അലൈക്കും വമലായികതുഹു, അവനും അള്ളാഹുവും അവൻ്റെ മലക്കുകളും നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? സ്വലാത്ത് ചൊല്ലുന്നു. ലിയുഖ്രിജകും മിനൽ ദുലുമാതി ഇലന്നൂർ, നമുക്ക് അവസാനിപ്പിക്കാം. ലിയുഖ്രിജകും മിനൽ ദുലുമാതി ഇലന്നൂർ, എല്ലാ അന്ധകാരങ്ങളിൽ നിന്നും നിങ്ങളെ വെളിച്ചത്തിലേക്ക് പുറത്തു കൊണ്ടുവരാൻ. മലക്കളുടെ പ്രാർത്ഥനയും അള്ളാഹുവിൻ്റെ സ്വലാത്തുമൊക്കെ അല്ലേ നമ്മളെ ഈ ദീനിൽ നിലനിർത്താനാണ്. ഈ സന്മാർഗത്തിൽ, ഈ വെളിച്ചത്തിൽ, ഈ നൂർ, എന്താ നൂർ? വെളിച്ചം, ഖുർആൻ. ശരിക്കും നൂർ എന്നതുകൊണ്ട് ഉദ്ദേശം ഖുർആനാണ്, വിശുദ്ധ ഖുർആനാണ്. അല്ലെ? ഈ ഖുർആൻ പഠനങ്ങളിലും ഈ ഖുർആനാകുന്ന പ്രകാശം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഇഹത്തിലും പരത്തിലും നിലനിൽക്കാൻ അള്ളാഹു നിങ്ങൾക്ക് തന്ന അവൻ്റെ റഹ്മത്താണ്. വകാന ബിൽ മുഅ്മിനീന റഹീമാ, അവിടെ നിർത്താൻ നമുക്ക് തൽക്ക. വക്കാന, അവൻ ബിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളോട് അങ്ങേയറ്റം സ്നേഹവും ദയവുമുള്ളവനാണ്. ആര്? അല്ലാഹ്. നമ്മളെ മാതാപിതാക്കളെക്കാൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെയും കൊണ്ടൊരു യാത്ര പോവാൻ, യാത്രയിൽ നബിയുടെ പരിവാരം ഇങ്ങനെ ഒട്ടകപ്പുറങ്ങളിലും കഴുതപ്പുറങ്ങളിലും ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ വഴിയിലൊരു കുട്ടിയെ കണ്ടു. വഴിയിലൊരു കുഞ്ഞു ഇമാം അഹ്മദ് ഒക്കെ റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. ഒരു കൊച്ചുകുട്ടി. ആ കുട്ടിയെ കണ്ടപ്പോൾ അതിൻ്റെ ഉമ്മ അവിടുന്ന് ഓടി വരികയാണ്. സഅത് ഇലൈഹ ഫതഖൂലു ഇബ്നി ഇബ്നി, എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞ് ഓടി വരുന്ന വളരെ ദയാലുവായ അനുകമ്പയുള്ളൊരു ഉമ്മ. കാരണം എന്താ വെച്ചാൽ ഈ യാത്രാസംഘം എങ്ങാനും എൻ്റെ കുട്ടിയെ ചവിട്ടുമോ എന്ന പേടിയാൻ. എൻ്റെ കുട്ടിയെ തട്ടിയിട്ടിട്ട് ഒരു പോകുമെന്ന് പേടിച്ചിട്ട് ഒരു ഉമ്മ ഓടിക്കതച്ച് വരികയാണ്. ഇബ്നി ആ ഹദീസിലെ വരിയതാണ്, എൻ്റെ മോനെ എന്ന് പറഞ്ഞിട്ട് വരികയാണെന്നാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്ത് ഹദീസ് റിവായത്ത് ചെയ്യുമ്പോൾ ചില സഹാബികൾ പറയാണ്, ആ ഉമ്മയെ കുട്ടിയെ വാരി പുണർന്ന് സൈഡിലേക്ക് എന്ത് ചെയ്യുന്നു? മാറി നിൽക്കുന്നു. പരിവാരം ഇങ്ങനെ കടന്നു പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് പറഞ്ഞു, നബിയെ, ആ ഉമ്മ ഒരിക്കലും ആ കുട്ടി നരകത്തിലെത്തുന്നത് സഹിക്കൂല, ആ ഉമ്മക്കൊരിക്കലും അതിനെ ക്ഷമിക്കാനും പറ്റൂല എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ഉമ്മ മകനോട് കാണിക്കുന്ന സ്നേഹത്തെക്കാൾ അള്ളാഹു നിങ്ങളോട് സ്നേഹമുള്ളവനും അനുകമ്പയുള്ളവനുമാണ്. വേറെ ഹദീസിൽ കാണാം, ഒരു യുദ്ധരംഗത്ത് പിടിക്കപ്പെട്ട സ്ത്രീകളുണ്ട്. പിടിക്കപ്പെട്ട സ്ത്രീകളെ ചിറകെട്ടി പിടിക്കുമല്ലോ. സ്ത്രീകളെ ആക്രമിക്കാൻ പാടില്ല, കൊല്ലാൻ പാടില്ല. പക്ഷെ അവരെ ബന്ദികളായിട്ട് എന്ത് ചെയ്യും? സൈന്യം അവരെ പിടിച്ചു വെക്കും. ആ കൂട്ടത്തിൽ ഒരു കുഞ്ഞു കുട്ടിയെയും കൊണ്ട് നിൽക്കുന്ന ഒരു ഉമ്മയുടെ രംഗം ഹദീസിൽ കാണാം. ഇമാം ബുഖാരിയൊക്കെ റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. മാറോട് അണച്ച് നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു ഉമ്മയെ കണ്ടപ്പോൾ റസൂലുള്ളാഹി ചോദിക്കുകയാണ്, ഈ ഉമ്മ, ഈ കുട്ടി നരകത്തിൽ പോകുന്ന, അല്ലെങ്കിൽ ഒരു തീ കുണ്ടാരത്തിൽ പോകുന്നതിന് ആ ഉമ്മാക്ക് സഹിക്കാനാകുമോ? സഹാബത്ത് ഒന്നടങ്കം പറഞ്ഞു, ഇല്ല റസൂലെ, ഒരിക്കലും ആ ഉമ്മാക്ക് എന്ത് ചെയ്യൂല, ഈ കുട്ടി നരകത്ത് പോകണത് സഹിക്കാൻ. കാരണം അങ്ങനെ ആ ഉമ്മ എന്ത് ചെയ്യുന്നതാണ്? ആ കുട്ടീനെ താലോലിക്കാൻ, ആ കുട്ടിയുടെ വാത്സല്യത്തിലും സ്നേഹത്തിലും ആ കുട്ടിയെ നെഞ്ചോടണക്കാൻ ഉമ്മാക്ക് ഒരിക്കലും സഹിക്കൂല എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. വല്ലാഹി, അല്ലാഹുവാണേ സത്യം, ലല്ലാഹു അർഹമു ബിക്കും മിൻ ഹാദിഹിൽ വാലിദ, ഈ ഉമ്മയേക്കാൾ നിങ്ങളോട് ഏറ്റവും കരുണയും അനുകമ്പയുമുള്ളവനാരാൻ? അള്ളാഹുവാണെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഇഷ്ടപ്പെടാനും മനസ്സിൽ എല്ലാത്തിനും വലുത് അള്ളാഹു അക്ബർ, അല്ലേ, അള്ളാഹുവാണ് വലുത് എന്ന് പ്രഖ്യാപിക്കാനും അതനുസരിച്ച് ജീവിക്കാനുമാണ് റബ്ബ് നമ്മളെ പ്രചോദിപ്പിച്ചത്. നമ്മളെ അവനോളം സ്നേഹിക്കുന്നവനും അനുകമ്പ കാണിക്കുന്നവനും വേറെ ആരുമില്ല. ഈ ദുനിയാവിൽ അള്ളാഹുവിൻ്റെ റഹ്മത്താണ് നമ്മൾ അനുഭവിച്ചത്. അത് ഈ ദീനാണ്, അല്ലേ. ഈ ദീന് മാത്രമല്ല, എല്ലാ പ്രതിസന്ധികളിലും അള്ളാഹു നമുക്ക് എന്താണ്? കാവലാണ്, സുരക്ഷിതമാണ്. ഇനി ഇവിടെ കഴിഞ്ഞു, ആഖിറത്ത്
ആഖിറത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലും ബർസഖ് മുതൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ച് തുടങ്ങും മുഅ്മിനീങ്ങൾ. സ്വർഗത്തിൻ്റെ വാതിൽ അള്ളാഹു തുറന്നു തരും. മാത്രവുമല്ല ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ എല്ലാവരും വെയിലിൽ മുങ്ങി നിൽക്കുന്ന സമയത്ത് ദാഹിച്ചു വലയുമ്പോൾ അള്ളാഹു അർശിൻ്റെ തണൽ നൽകി അവർക്ക് കുളിർമ നൽകും. അള്ളാഹു അവർക്ക് ദിവസങ്ങളുടെ വേഗതയിൽ അതിൻ്റെ എല്ലാവിധ വ്യാപ്തിയിലും അള്ളാഹു അവർക്ക് സമാധാനവും കുളിരും പകരും. സ്വർഗത്തിൻ്റെ വഴികൾ അള്ളാഹു അവർക്ക് തുറന്നു കൊടുക്കും. അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. ഇതൊക്കെ റബ്ബിൻ്റെ റഹ്മത്താൻ. അള്ളാഹുവിൻ്റെ ആ റഹ്മത്ത് ലഭിച്ച അടിയാറുകളിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അല്ല, ഇനി അവിടെ നിന്ന് അങ്ങോട്ട് റബ്ബ് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്ന ആയത്തുകളാണ് വരും ക്ലാസ്സുകളിൽ. നമുക്കതിനെ കാതോർക്കണം, അതിനെ വായിക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല റബ്ബിനെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല ഇബാദുകളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹുവിൻ്റെ റഹ്മത്തും അള്ളാഹുവിൻ്റെ സ്നേഹവും അള്ളാഹു നമ്മളിൽ നിലനിർത്തി തരുമാറാവട്ടെ. ജീവിതത്തിൽ എന്നാലും തിന്മകളും പോരായ്മകളൊക്കെ പലതും കടന്നു വരും അല്ലേ? എത്ര സൂക്ഷ്മതയോടുകൂടി ജീവിച്ചാലും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ചെറുതും വലുതുമായ തിന്മകൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ റഹ്മത്ത് സദാ നമ്മളിൽ വർഷിക്കട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തും അള്ളാഹുവിൻ്റെ എല്ലാവിധ നന്മകളും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലെ തിന്മകൾക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. നമ്മളുടെ തൗബ അള്ളാഹു സ്വീകരിക്കട്ടെ അല്ലേ? ജീവിതത്തിലെ പല തിന്മകളിലും ഖേദിച്ച് മടങ്ങിയവരാൻ അള്ളാഹു ആ തൗബ സ്വീകരിക്കട്ടെ. അതിൽ സത്യസന്ധത അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. അള്ളാഹു നമുക്ക് ദീൻ പഠിപ്പിച്ച് തരുന്ന നമ്മുടെ ഗുരുനാഥന്മാർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ, അവർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. ഈ ദീനിന് കാരണക്കാരായ നമ്മുടെ മാതാപിതാക്കൾ അള്ളാഹുവെ അവർക്ക് റഹ്മത്ത് ചെയ്യണേ, അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ, അവർക്ക് ആഫിയത്ത് കൊടുക്കണേ. പല അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന മാതാപിതാക്കളുള്ളവർ ഈ സദസ്സിലുണ്ടാകും. അള്ളാഹു അവർക്കൊക്കെ എല്ലാ നിലക്കും സമാധാനവും ആശ്വാസവും കൊടുക്കട്ടെ. അള്ളാഹു അവർക്ക് ആരോഗ്യം കൊടുക്കട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ. മരണപ്പെട്ടവരാണെങ്കിൽ അള്ളാഹു അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അള്ളാഹുവെ അവരുടെ അസുഖങ്ങൾ ശിഫയാക്കണേ, അവർക്ക് സമാധാനം പകരണേ. അവരുടെ പ്രാർത്ഥനകൾ റബ്ബേ നീ സ്വീകരിക്കണേ. അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാ ആരാധനകളും, ഞങ്ങളുടെ എല്ലാ കർമ്മങ്ങളും റബ്ബേ നീ സ്വീകരിക്കണേ. അതിലെ പോരായ്മകളെ പരിഹരിക്കാനുള്ള അറിവും വിവേകവും പ്രദാനം ചെയ്യണേ. ഖുർആൻ്റെ അനുയായികളായി ജീവിച്ച് മരിക്കാൻ റബ്ബേ നീ തൗഫീക്ക് ചെയ്യണേ. ഖുർആൻ നന്നായി പഠിക്കാൻ, ഖുർആൻ നന്നായി ഓതാൻ, ഖുർആൻ നന്നായി ജീവിതത്തിൽ പകർത്താൻ അള്ളാഹുവെ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല പ്രവാചക സ്നേഹികളിൽ ഉൾപ്പെടുത്തണേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബന ഇഗ്ഫിർ ലനാ ദുനൂബന വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. റബ്ബന ലാ തുസിഅ ഖുലൂബന بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. وصلى الله على نبينا محمد وعلى آله وصحبه وسلم. جزاكم الله خيرا والسلام عليكم ورحمة الله وبركاته.